ഏതായാലും ഗവർണർ ആ കുട്ടിയുടെ വീട്ടിൽ പോയത് നന്നായി, ഒരു ആശ്വാസം കൊടുത്തു അപ്പനും അമ്മയ്ക്ക്. അയാളുടെ മകനാണ് സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥിനെ തൂങ്ങി മരിച്ചെന്നാണ് പൊതുവെ പറയുന്നത്. അതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. കാരണം അത്ര അടിച്ച് അവശനാക്കിയ ആ പയ്യനെ അവന് തൂങ്ങാനായിട്ട് അവന് സാധിക്കുമെന്ന് എനിക്ക് സംശയം. അവന്റെ തലയ്ക്കും ഹെഡ് ഇഞ്ചുറി ഉണ്ട്. അദ്ദേഹത്തിന് ഒട്ടും നേർന്ന് നിൽക്കാൻ കൂടി പറ്റില്ല. അപ്പൊ അത് അവിശ്വസനീയമാണ്. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് അത് ഒരു സൂസൈഡിന്റെ ലക്ഷണമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് വീണ്ടും വിദഗ്ധമായ ഒപ്പീനിയൻ സ്വീകരിക്കണം. അതിനകത്ത് ലിഗേച്ചർ മാർക്ക് എറൗണ്ട് ദ നെക്കാണോ ഇല്ലയോ എന്ന് എന്തായാലും ഇനി നോക്കേണ്ടി വരും. കാരണം ഇത്രയും മൃതപ്രായനായ ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടെ വീണ്ടും ഫോറൻസിക്കുകാരൻ്റെ അടുത്ത് പോയി ചോദിക്കേണ്ടി വരും. ഇഞ്ചുറിയുടെ നേച്ചർ അതാണ്. അതുകൊണ്ട് ഈ കേസ് ലോക്കൽ പോലീസിന്റെ അന്വേഷണം അത്ര തൃപ്തികരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ഈ എവിഡൻസസ് ആ കുട്ടിയുടെ ദേഹത്തുള്ള മുറിവിന്റെ 2-3 ദിവസം പഴക്കമുള്ള ആ മുറിവുകളുടെയും അത്ര അവശനായ ഒരാൾ ഒരു വസ്തു പോലും കഴിച്ചിട്ടില്ല. ആ സ്റ്റൊമക്കിനകത്ത് എലിമെന്ററി കനാലിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കിടക്കാം. അപ്പൊ എനിക്ക് അത് കാരണം അത് ഒതുക്കി വെക്കില്ല. ഇതുപോലൊരു സംഭവം ഈ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലുണ്ടായി. അതും ആ കുട്ടിയെ കൊന്ന് അമൃതപ്രായ ആയ ശേഷം തൂക്കിയതാണ്. പക്ഷെ ഇന്നും ആ കേസ് തെളിഞ്ഞിട്ടില്ല. അത് തൂങ്ങി വരണമെന്ന് പറഞ്ഞ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതുപോലെ ഈ കുട്ടികൾ ഇതുപോലെ വയലന്റ് ആകുന്ന ഇതുപോലെയുള്ള കുട്ടികളെല്ലാം അവരുടെ കയ്യിൽ നിന്ന് അബദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അവരിങ്ങനെ തൂക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. 2-3 കേസിനകത്ത് ഞാൻ അത് കാണുന്നു. അപ്പൊ അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത ആ ഡോക്ടറെ വീണ്ടും ചോദിക്കണം. അതിന്റെ വിദഗ്ധ സമിതിയെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ വിദഗ്ധരായിട്ടും അത് കൺസൾട്ട് ചെയ്യണം. ഈ കേസ് അവിടുന്ന് ലോക്കൽ പോലീസിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റുകയും ചെയ്യണം. എത്രയും പെട്ടെന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റട്ടെ. അതിനുശേഷം CBI വേണമെന്നൊക്കെ പിന്നെ ആലോചിക്കാം. അപ്പോൾ ഈ അറസ്റ്റ് നാടകം തന്നെയല്ലേ? പ്രതികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ആദ്യമൊക്കെ ഈ ഒരു അറസ്റ്റൊക്കെ തന്നെ പോലീസ് രേഖപ്പെടുത്തുന്നത്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? കാരണം ഇത്രയും ദിവസമായിട്ട് ഇത് 18-ാം തീയതി നടന്ന സംഭവമാണ്. അത് ആ കോളേജിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു, സൂയിസൈഡ് ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അന്ന് പോലെ തുടങ്ങിയതാണ്. ആ ക്യാമ്പസിലുള്ള സാറുമാരും അവിടുത്തെ ഡീൻ ഉൾപ്പെടെയുള്ളവരും അതാണ് ശ്രമിക്കുന്നത്. കുട്ടിയെ അടിച്ച കാര്യമൊന്നും ആരും പറയുന്നില്ല. 3 ദിവസം 135 കുട്ടികളുടെ മുമ്പിൽ ഇട്ട് നഗ്നനാക്കി ശേഷം മാറി മാറി മർദ്ദിച്ച കാര്യമൊന്നും ഈ സാറുമാരെന്താ കാണാത്തത്? അത് മനസ്സിലാക്കാത്തതുണ്ട്. അതൊക്കെ ഇത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കണമെന്ന് ഒരു കുട്ടിയുടെ ജീവൻ പോയ കാര്യം അവർ മറന്നുപോയിരിക്കും. അവർ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്ന സാറുമാരുമാണ് കൂടുതൽ അവിടെ. അതുകൊണ്ട് ഈ കേസ് എത്രയും പെട്ടെന്ന് ലോക്കൽ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിലോട്ട് മാറ്റിട്ട് കേരള സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച്, ലോക്കൽ ക്രൈംബ്രാഞ്ച് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റണം. അതിനുശേഷം പിന്നത്തെ കാര്യം പിന്നെ ആലോചിക്കും. ശരി, വളരെ നന്ദി.